അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പുതിയത് അരിക്കൊമ്പനു വേണ്ടി കേന്ദ്ര സർക്കാരിനെയും കേരള തമിഴ്നാട് സർക്കാരുകളെയും എതിർകക്ഷികളാക്കി സുപ്രീം കോടതിയിൽ നൽകിയ ഒരു ഹർജിയാണ്. പശ്ചിമഘട്ടത്തിലെ വന്യമൃഗ മനുഷ്യ സംഘർഷം അവസാനിപ്പിക്കാൻ സുപ്രീം കോടതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ, VK ആനന്ദൻ എന്നിവരാണ് ഹർജി നൽകിയത്. അഭിഭാഷകരായ പ്രിയങ്ക പ്രകാശ്, മൈത്രി ഹെഗ്ഡെ എന്നിവരാണ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. ഒരു മൃഗത്തെ അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് ശാസ്ത്രീയ പഠനങ്ങൾ ഇല്ലാതെ മാറ്റാൻ അനുവദിക്കരുത് എന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. അരിക്കൊമ്പന്റെ വിഷയത്തിൽ നിർണായകം ആയേക്കുന്ന ഹർജിയാണ് ഇതെന്നാണ് നിയമ വിദഗ്ധർ പറയുന്നത്. ജനവാസ മൃഗമേഖലകളെ ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെ തരംതിരിക്കണം. ആനത്താരകളും ജനവാസ മേഖലകളും തരംതിരിക്കണം. ഒരു മൃഗത്തെ അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് ശാസ്ത്രീയ പഠനങ്ങൾ ഇല്ലാതെ മാറ്റാൻ അനുവദിക്കരുത് എന്നീ 3 നിർണായക ആവശ്യങ്ങളാണ് ഹർജിയിലുള്ളത്. നേരത്തെ തമിഴ്നാട് വനത്തിലുള്ള അരിക്കൊമ്പനെ ഇനി മയക്കുവെടി വെക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ചിലർ സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. ഈ ഹർജി പിന്നീട് പരിഗണിക്കാം എന്ന് പറഞ്ഞ സുപ്രീം കോടതി അത്രയും നാൾ ആനയ്ക്ക് ഒന്നും സംഭവിക്കില്ലെന്നും ആനകൾ ശക്തരാണ് എന്നുമാണ് നിരീക്ഷിച്ചത്. അരിക്കൊമ്പന്റെ ആരോഗ്യനില മോശമാണെന്നും ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നും സംഘടനയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകരായ ദീപക് പ്രകാശും ദിവ്യാങ്കര മാലിക്കും ചൂണ്ടിക്കാട്ടി. തുടർന്നാണ് പിന്നീട് പരിഗണിക്കാം എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. അരിക്കൊമ്പന് ചികിത്സയും മരുന്നും ഉറപ്പാക്കാൻ സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നിലധികം തവണ മയക്കുവെടിയേറ്റ ആനയുടെ ആരോഗ്യസ്ഥിതി മോശമാണ്, ഏറെ പരിക്കുണ്ട്. നിലവിൽ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലവുമായി അരിക്കൊമ്പൻ ഒത്തുപോകുന്നില്ല. ആനത്താരകളും ആനകൾ കഴിയുന്ന പ്രദേശങ്ങളും സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്നതിനും വിദഗ്ധ സമിതി രൂപീകരിക്കണമെന്നും ഹർജിയിൽ പറയുന്നു. എന്തായാലും കോതയാറിൽ സുഖമായിരിക്കുന്ന അരിക്കൊമ്പന്റെ കൂടുതൽ വീഡിയോ ദൃശ്യങ്ങൾ തമിഴ്നാട് വനംവകുപ്പ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഏതാനും ദിവസമായി കോതയാർ ഡാമിന് സമീപമുള്ള കാട്ടിൽ അരിക്കൊമ്പൻ തുടരുകയാണ്. ഇതോടെ കേരളത്തിലേക്ക് ആന കടക്കുമോ എന്നുള്ള അതിർത്തി ഗ്രാമങ്ങളിലെ ആശങ്കകൾക്ക് അല്പം കുറവുണ്ട്. ഭക്ഷണവും വെള്ളവും ധാരാളമായുള്ള പ്രദേശത്താണ് അരിക്കൊമ്പനുള്ളത്. ഇതേ സ്ഥലത്ത് മറ്റാനകളും ആനക്കൂട്ടങ്ങളുമുണ്ട്. ഇവരുമായി ചങ്ങാത്തത്തിനൊന്നും അരിക്കൊമ്പൻ തയ്യാറായിട്ടില്ല എന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്.